ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ ആരാകും അടുത്ത കേരള പ്രതിപക്ഷ നേതാവ്? UDF അധികാരം പിടിക്കുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ കോൺഗ്രസ് നേതൃത്വം വിജയം ഉറപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച തർക്കങ്ങളും ആ പാർട്ടിയിൽ അന്നേ തുടങ്ങിയിരുന്നു. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിന് പിന്നിലും മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച തർക്കമുണ്ട് എന്ന അന്നേ ആരോപണം ഉയർന്നിരുന്നു. വോട്ടെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി പദവി സ്വന്തമാക്കാനായി പ്രധാനമായും 3 കോൺഗ്രസ് നേതാക്കളാണ് അണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മറ്റൊരു ചർച്ചയും സജീവമാവുകയാണ്. ആരാകും കേരളത്തിന്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. LDF പരാജയപ്പെടുകയും UDF അധികാരത്തിലെത്തുകയും ചെയ്താൽ സ്വാഭാവികമായും CPM-നാകും പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിലവിൽ CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവ്. വരുന്ന നിയമസഭയിലും പിണറായി വിജയൻ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹം തയ്യാറാകില്ല. മറിച്ച് മറ്റാരെങ്കിലും ആ പദവി ഏൽപ്പിച്ച് സർക്കാരിനെതിരെ സഭയ്ക്കുള്ളിലും പുറത്തും അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാനാകും CPM തയ്യാറാകുക. ആരാകും അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നത് 3 പേരുകളിലേക്കാണ്. അതിൽ 2 പേർ കൂടി നിയമസഭ കാണുക പ്രയാസമാണെന്നും അതിനാൽ മൂന്നാമൻ തന്നെ പ്രതിപക്ഷ നേതാവെന്നുമാണ് ചിലർ വ്യക്തമാക്കുന്നത്. പേരാവൂരിൽ മത്സരിക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചറാണ് പ്രതിപക്ഷ നേതാവാൻ സാധ്യതയുള്ള ആദ്യയാൾ. എന്നാൽ KK ശൈലജ പേരാവൂരിൽ നിന്നും ജയിച്ചെത്തുക നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാകില്ല എന്ന് ഉറപ്പാണ്. P. രാജീവ്, KN ബാലഗോപാൽ, TP രാമകൃഷ്ണൻ എന്നിവരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. ഇതിൽ P. രാജീവും കടുത്ത മത്സരമാണ് നേരിടുന്നത്. രാജീവ് ഇക്കുറി നിയമസഭ കാണുമോ എന്ന് ഉറപ്പില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ TP രാമകൃഷ്ണനേക്കാൾ മുന്നേ എത്തിയ നേതാവാണ് KN ബാലഗോപാൽ. പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും KN ബാലഗോപാലിനാണ്. അങ്ങനെ വന്നാൽ CPM രാഷ്ട്രീയത്തിൽ അധികാരം കണ്ണൂർ ലോബിയിൽ നിന്ന് കൊല്ലത്തേക്ക് മാറും. KN ബാലഗോപാൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാകും മറ്റൊരു നേതാവിനെ കുറിച്ച് CPM ആലോചിക്കൂ. അങ്ങനെ വന്നാൽ TP രാമകൃഷ്ണന് നറുക്കു വീണേക്കാം. പിണറായി വിജയന്റെ വിശ്വസ്തനാണ് TP രാമകൃഷ്ണൻ. നിയമസഭാ ഫലപ്രഖ്യാപനത്തിൽ CPM-ന് തിരിച്ചടി നേരിട്ടാൽ പാർട്ടി സംഘടനയിലും പാർലമെന്ററി രംഗത്തും തലമുറ മാറ്റത്തിന് CPM തയ്യാറാകും. അങ്ങനെ വന്നാൽ താരതമ്യേന ജൂനിയറായ നേതാക്കളെ പാർട്ടി ചുമതലകളിലേക്കും നിയോഗിക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിയാൻ MV ഗോവിന്ദൻ തയ്യാറായാൽ ആ സ്ഥാനത്തേക്ക് M സ്വരാജ് എത്താനാകും സാധ്യതയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.